ഹലോ എവരിവൺ, എൻഎസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ബിടെക്കിൽ അവസാന വർഷ ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പാസ് ഔട്ട് ആവുന്ന ടൈമിൽ നിങ്ങൾക്ക് കേരള പേസിൽ വരാൻ പോകുന്ന ഒരു മികച്ച അവസരമാണ് KSEB സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന ടൈമിലേക്ക് KSEB സബ് എഞ്ചിനീയറിന്റെ നോട്ടിഫിക്കേഷൻ വരികയും ഇപ്പം PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പാസ് ഔട്ട് ആവുന്ന ഉടനെ തന്നെ ഒരു ഗവൺമെന്റ് ജോലി എന്നൊരു സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനായിട്ടുള്ളൊരു നല്ല അവസരമായിരിക്കും KSEB സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2021 553/2021 കാറ്റഗറി നമ്പർ. ഇന്ന് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജനറൽ ക്വാളിഫിക്കേഷൻ പാസ് 10th or equivalent, technical qualifications A pass in 3-year regular or part-time diploma in electrical and electronics engineering recognized by AICT. Candidates having higher qualification of the above technical qualification, that is engineering degree, അതായത് ഡിപ്ലോമയോ എഞ്ചിനീയറിംഗോ ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇലക്ട്രിക്കലിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ ഫോർ ദ പോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 41,600 മുതൽ 82,400 രൂപ വരെ ആയിരുന്നു അന്ന് നോട്ടിഫിക്കേഷൻ വന്ന ടൈമിൽ. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയാണ്. ഇപ്പോൾ ഒരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ച് കിട്ടാവുന്ന ഹൈ സാലറി സ്കെയിലുള്ള നല്ല ജോബ് പ്രൊഫൈൽ ഉള്ള ഒരു ജോലി തന്നെയാണ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡിപ്ലോമ ഫൈനൽ ഇയറോ അല്ലെങ്കിൽ ബിടെക് ഫൈനൽ ഇയറോ ആയ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോബ് എന്നൊരു സ്വപ്നം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ലാസ്റ്റ് ഫൈനൽ ഇയർ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന ടൈമിലേക്കായിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും വരിക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജ് അവിടെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ടെക്നിക്കൽ സബ്ജക്ട്സുമായിട്ട് നിങ്ങൾ പഠിച്ച് നിൽക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ടെക്നിക്കൽ സബ്ജക്ട്സിലുള്ള നോളജ് കൂടുതലാവുകയും നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ഒരു ടെക്നിക്കൽ എക്സാമിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് വളരെ പ്രയോജനപ്പെടും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈസി ആയിരിക്കും, കുറച്ചുകൂടി ഈസി ആയിരിക്കും എക്സാമിനെ അപ്രോച്ച് ചെയ്യാനും ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കേരള PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ്, എക്സാം ട്രെൻഡ് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻസ് മാത്രമേ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതുമായിട്ടൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഒരു 3-4 മന്ത്സ് ഒന്ന് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു ട്രാക്കിലേക്ക് എത്താനും നിങ്ങൾ ആ എക്സാം ഈസി ആയിട്ട് ക്ലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം ഇയർ ഗ്യാപ്പ് ഉള്ള ഒരുപാട് സ്റ്റുഡൻസ് ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കാളൊക്കെ ബെനിഫിറ്റ്സ് നിങ്ങൾക്കായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം നിങ്ങൾ ജസ്റ്റ് പാസ് ഔട്ട് സ്റ്റുഡൻസ് ആവുമ്പോൾ ആ ടെക്നിക്കൽ സബ്ജക്ട്സിൽ നിങ്ങൾ സ്ട്രോങ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ ഗ്യാപ്പും കാര്യങ്ങളും ഒന്നും വരാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സിലബസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഈ ഒരു എക്സാമിനായിട്ട് അപ്രോച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റിൻ്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 29/11/2023 131 വേക്കൻസീസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. മെയിൻ ലിസ്റ്റിൽ 941 കുട്ടികളുണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് 681 ആണ്. അപ്പോൾ ഇത്രയധികം വേക്കൻസീസ് ഒക്കെ ഉള്ളൊരു പോസ്റ്റ് തന്നെയാണിത്. ഇത്തവണയും നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു എക്സാമിനായിട്ട് നിങ്ങൾ ഗവൺമെന്റ് ജോബ് എന്നൊരു സ്വപ്നം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പം ഇലക്ട്രിക്കൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവസാന വർഷക്കാർക്ക് ഇപ്പോൾ നിങ്ങൾ പാസ് ഔട്ട് ആവുന്ന ടൈമിലേക്ക് നോട്ടിഫിക്കേഷൻ വരികയും PSCയുടെ ഒരു ട്രെൻഡ് ഇങ്ങനെയാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരിക, ഒരു 3-4 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ എക്സാംസും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു ജോലിയിലേക്ക് കയറാനുള്ളൊരു ചാൻസസ് കൂടിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എക്സാമിനായിട്ട് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ എൻഎസ് അക്കാഡമിയുടെ ഒപ്പം നമ്മുടെ KSEB സബ് എഞ്ചിനീയറിന്റെ ഇലക്ട്രിക്കലിന്റെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനുമായിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.